ദുബായ് ബിൽഡിംഗ് കോഡിലെ നെക്സ്റ്റ് ടോപ്പ് പാർട്ട് വരുന്നത് പ്ലഗുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് പ്ലഗ് ഔട്ട്ലെറ്റ്സ് BS1363 പ്രകാരമായിരിക്കണം എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. 3 പിൻ ആയിരിക്കണം, ഷട്ടേഡ് ആയിരിക്കണം, സ്വിച്ച് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഉണ്ടാവണം. അപ്പോൾ അതാണ് ഈ സ്റ്റാൻഡേർഡ് പറയുന്നത്. പിന്നെ ഷേവർ സോക്കറ്റ്സിൻ്റെ ബാത്റൂംസിലൊക്കെ യൂസ് ചെയ്യുന്ന സോക്കറ്റുകളിൽ ഒരു സ്റ്റാൻഡേർഡ് BSEN 61558 ആണ്. പിന്നെ അതർ റൂംസിലുള്ളതാണ് 4573 എന്നുള്ളത് വരും. ഹോട്ടൽ റൂംസിൽ 5 amps പ്ലഗ് സോക്കറ്റ്, ടേബിൾ സോക്കറ്റ്, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം BS 546 ആണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് സോക്കറ്റുകൾ BS6EN 60309 ആയിട്ട് വേണമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് പല സ്ഥലങ്ങളിലും വെതർ പ്രൊട്ടക്ഷൻ ഉള്ളത് IP55 മിനിമം വേണം എന്നുള്ളതാണ് പറയുന്നത്. അത് അക്കോർഡിങ്സ് ടു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 60529 പ്രകാരമാണ് ഈ പറയുന്നത്. പിന്നെ ആർക്ക് ഫോൾട്ട് ഡിറ്റക്ഷൻ ഡിവൈസസ്, അതായത് നമ്മുടെ ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ സ്വിച്ചസ് അതിൻ്റെ ഓൺ ഓഫ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആർക്ക് മൂലം ഉണ്ടാകുന്ന ഫയർ ഹസാർഡ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെർട്ടൻ ഡിവൈസസ് ആണ് ഈ AFDDs എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിൻലി നമ്മുടെ റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസസിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അവസ്ഥ, അത് ഫാൾട്ട് വരുന്നു, അതിൽ ആർക്ക് ജനറേറ്റ് ആവാൻ സാധ്യതയുണ്ട്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ AFDD എന്ന് പറഞ്ഞ ആർക്ക് ഫാൾട്ട് ഡിറ്റക്ഷൻ ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് BSEN 62606 ആണ്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന സ്ലീപ്പിംഗ് അക്കോമഡേഷനുള്ള പ്രൊമിസസിൽ സ്റ്റോറേജ് മെറ്റീരിയൽസ് കാരണം ഫയർ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, അപ്പോൾ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീപ്ലേസബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, മ്യൂസിയം, ലൈബ്രറി, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത് യൂസ് ചെയ്യാനുള്ള. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി അത് വേറൊരു ഡീറ്റെയിൽ ആയിട്ട് ഈ ആർക്ക് ഫാൾട്ട് ഡിറ്റക്ഷൻ ഡിവൈസസിനെ പറ്റി പറയേണ്ടി വരും. അതിൻ്റെ സ്റ്റാൻഡേർഡ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസിനൊക്കെ ഈ പാർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിങ്ങനെയുള്ള സാധനങ്ങൾ ഇതിലുണ്ട് എന്ന് ജസ്റ്റ് റെഫറൻസ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസസിനെ പറ്റി പറയുന്നുണ്ട്. അത് ആസ് പെർ BS സ്റ്റാൻഡേർഡ് 61643 പ്രകാരമായിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ടൈപ്പ് 1, നമുക്ക് 3 ടൈപ്പ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ട്. അത് ടൈപ്പ് 1 ആണ്. ഇതിൻ്റെ ഡയറക്റ്റ് ലൈറ്റ്നിങ് റിസ്ക് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യണം. ഇൻസ്റ്റലേഷൻ്റെ തുടക്കത്തിലായിരിക്കും യൂസ് ചെയ്യണം. ടൈപ്പ് 2 DBയുടെ അവിടെ, ടൈപ്പ് 3 എക്യുപ്മെൻറ്റ്സിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെട്ടെന്നൊരു വോൾട്ടേജ് റൈസ് അല്ലെങ്കിൽ ഒരു സഡൻ ഒരു എന്താ പറയുക, ലൈറ്റ്നിങ് പോലത്തെ സാധനം എന്ന് പറഞ്ഞാൽ സഡൻ ഒരു വോൾട്ടേജ് വരുന്നൊരു കേസാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സർജ് എന്ന് പറയുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. സോളാറിൻ്റെയൊക്കെ ഇൻസ്റ്റലേഷൻസിൽ നമുക്ക് കാണാറുണ്ട്. ഇത് സോളാർ മാത്രമല്ല, പല ഇൻസ്റ്റലേഷൻസിനും യൂസ് ചെയ്യാം. ഞാൻ സോളാറിലൊക്കെ പ്രത്യേകിച്ച് അത് കാണാറുണ്ട്. പിന്നെയുള്ള കുക്കർ യൂണിറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റേഷനറി കുക്കിംഗ് അപ്ലയൻസസ് ഉള്ള ഡൊമസ്റ്റിക് പ്രമിസസിലുള്ള ഇതിന് വേണ്ടിയുള്ളൊരു കൺട്രോൾ പാർട്ടാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അത് അതിൻ്റെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് 4177 എന്നുള്ളത്. ഓരോ അപ്ലയൻസസിന് സെപ്പറേറ്റ് ആയിട്ട് ഇത് വേണമെന്നാണ് പറയുന്നത്. ഈ കുക്കിംഗ് അപ്ലയൻസസിന് കുക്കർ കൺട്രോൾ സ്വിച്ചസ് വേണം. അത് സെപ്പറേറ്റ് 2 പോളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സിംഗിൾ ഫേസിന് 2 പോളും 3 ഫേസിന് 4 പോളും ആണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ഇതിനൊക്കെ സെപ്പറേറ്റ് സർക്യൂട്ട് ഉണ്ടാവും. മാത്രമല്ല ഇതിന് യൂസ് ചെയ്യുന്ന ELCB 100 mA ആയിരിക്കണം എന്നാണ് ഇത് കുക്കിംഗ് അപ്ലയൻസിന് വേണ്ടി കേട്ടോ എസ്പെഷ്യലി പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എർത്തിങ് ടെർമിനലും വേണം ഉള്ള കാര്യം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 1 കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കണം. 1 എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്വിച്ച്. അത് നമ്മുടെ അപ്ലയൻസിൽ നിന്ന് 2 മീറ്റർ ഉള്ളിൽ അതിൻ്റെ ഒരു 2 മീറ്റർ മാക്സിമം ഗ്യാപ്പ് പാടുള്ളൂ, അതിനിടയിൽ ഉണ്ടാവണം. പിന്നെ ഇലക്ട്രിക്കൽ ഹോബ് എന്ന് പറഞ്ഞ പാർട്ട് 2 കാണിച്ചിട്ടുണ്ട്. ഓവൻ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം കുക്കിംഗ് അപ്ലയൻസസ് ആണല്ലോ. പിന്നെ കൺസ്യൂമറിൻ്റെ DB യൂണിറ്റും കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കിച്ചണിലുള്ള ഓരോ പ്രൊവിഷൻസ്, അതിൻ്റെ ഡയമെൻഷൻസൊക്കെ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് കിച്ചണാണ് കാണിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ സിങ്ക് ഇവിടെ കാണാം. 1 എന്ന് പറഞ്ഞ സിങ്ക്. അതിൻ്റെ 300 mm എഡ്ജിൽ നിന്ന് 300 mm എടുക്കുന്ന ഭാഗത്തൊന്നും സോക്കറ്റ് വയ്ക്കാൻ പാടില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഗ്യാസ് ഇലക്ട്രിക് ഹോബ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ അവിടെ ഒന്നും നമ്മൾ സോക്കറ്റ്സ് കൊണ്ട് വയ്ക്കരുത്. പിന്നെ കുക്കറിൻ്റെ സ്വിച്ച് അവിടെ 3 എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ കാണുന്നത്. ഇവിടെ 3 എന്ന് പറഞ്ഞ പൊസിഷൻ കുക്കിംഗ് അപ്ലയൻസസിൻ്റെ കേട്ടോ ഉദ്ദേശിക്കുന്നത്, കുക്കർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡിഷ് വാഷർ അവിടെ 4 താഴത്തെ വെച്ചേക്കണ കാണാം. ഓക്കെ, അതുകൂടാതെ ഫ്രിഡ്ജിൻ്റെ നമ്പർ 5 ഈ ഭാഗത്ത് അതിൻ്റെ സോക്കറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കുക്കർ കണക്ഷൻ 6 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ 6 കുക്കറെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റൗ പോലത്തെ ഇലക്ട്രിക്കൽ സ്റ്റൗവിൻ്റെ 150 250 ഒക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. അതാണ് ഇതിൻ്റെ കിച്ചൺ അപ്ലയൻസ് പറഞ്ഞേക്കുന്നത്. കൺട്രോൾ യൂണിറ്റ്സിൻ്റെ ഇതിൽ ജനറലായിട്ടുള്ള പർപ്പസിന് വേണ്ടിയുള്ള സോക്കറ്റാണ്. മിക്സി പോലത്തെ ചെറിയ കാര്യങ്ങൾക്കുള്ള സോക്കറ്റ് ആണെങ്കിൽ അത് നമ്മുടെ 100 മില്ലി ആംസിൻ്റെ ELCB കൂടെ വിടാനുള്ള ആദ്യം പറഞ്ഞത്. അത് ഒഴിവാക്കിയിട്ട് അത് 30 മില്ലി ആംസിൻ്റെ ഇടാം. മറ്റേ മെയിൻ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതിലെല്ലാം 100 മില്ലി ആംസിൻ്റെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ലോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ നമ്മുടെ കേബിൾ സൈസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ. അതൊക്കെ ഓൾറെഡി കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഒക്കെ നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇനി അതേപോലത്തെ ഇഷ്ടംപോലെ ടേബിൾസ് ഉണ്ട്, അതുവഴി മനസ്സിലാക്കാം.